നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീ കെ എം ഷാജി. കേരളം ഒരേ മനസ്സോടെ കാത്തിരുന്നൊരു ദിവസമായിരുന്നു ഇന്ന്. കേരള ഹൈക്കോടതിയുടെ മുന്നിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെ ഒരു ഹർജി എത്തുന്നു. CBI അന്വേഷണം തന്റെ ഭർത്താവിന്റെ ദുരൂഹ മരണത്തിൽ വേണം എന്ന ആവശ്യമാണ് ഹൈക്കോടതിയുടെ മുൻപാകെ മഞ്ജുഷ ആവശ്യപ്പെട്ടത്. ഈ വിഷയത്തിൽ സർക്കാരിന്റെയും CBIയുടെയും നിലപാട് ഹൈക്കോടതി തേടിയിരുന്നു. വിഷയത്തിൽ സർക്കാർ ശക്തമായ നിലപാട് ഇന്ന് കോടതിക്ക് മുൻപാകെ അവതരിപ്പിച്ചു. ഈ വിഷയത്തിൽ CBI അന്വേഷണം വേണ്ട എന്നതാണ് സർക്കാർ നിലപാട്. അന്വേഷണം സുതാര്യമാണ്. നവീൻ ബാബുവിന്റെ കുടുംബത്തോട് 100% നീതി പുലർത്തുന്ന അന്വേഷണമാണ് പോലീസ് തുടരുന്നത് എന്ന് സർക്കാർ ഹൈക്കോടതി അറിയിച്ചു. എന്നാൽ CBIയോട് ഒരു അന്വേഷണത്തിന് തയ്യാറാണോ എന്ന കോടതിയുടെ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരമാണ് CBI പറഞ്ഞിരിക്കുന്നത്. നവീൻ ബാബുവിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് CBI ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നു. എന്നാൽ ആ ഉത്തരത്തിന് പിന്നാലെ ഹൈക്കോടതി ചില സംശയങ്ങൾ ഉന്നയിച്ചു. CBI അന്വേഷണം ആവശ്യമാണോ എന്നതല്ല, CBI അന്വേഷണം ഈ കേസിൽ അനിവാര്യമാണോ എന്നതാണ് ഹൈക്കോടതി പരിശോധിക്കുന്നത്. കേസിൽ ഏതെങ്കിലും തരത്തിലുള്ള പക്ഷപാതപരമായ സമീപനം ഇപ്പോഴത്തെ അന്വേഷണ സംഘം പുലർത്തിയിട്ടുണ്ടോ എന്ന് കോടതി ബോധ്യമാകണമെന്നാണ് കേരള ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അതിലപ്പുറം നിരവധി സംശയങ്ങൾ ഹൈക്കോടതി മഞ്ജുഷയുടെ അഭിഭാഷകന് മുൻപാകെ ഉയർത്തി. രാഷ്ട്രീയ സ്വാധീനം ഒന്നുകൊണ്ട് മാത്രം ഈ കേസ് അട്ടിമറിക്കപ്പെടും എന്ന് ഭയപ്പെടാൻ എന്താണുള്ളത് എന്ന ചോദ്യമാണ് ഹൈക്കോടതി ഉയർത്തുന്നത്. നിരവധി സംശയങ്ങൾ മഞ്ജുഷയുടെ അഭിഭാഷകന്റെ മുന്നിൽ ഉയർത്തുകയാണ് ഇന്ന് കോടതി ചെയ്തത്. സംശയലേശമന്യേ മറ്റ് ദുരൂഹമായ പല വാദഗതികളും തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ കേസ് CBIയിലേക്ക് കടക്കുന്നു എന്നതിന്റെ തെളിവുകളാണോ നമുക്ക് മുന്നിലേക്ക് തെളിഞ്ഞു വരുന്നത് കേരളത്തിന്റെ ഹൈക്കോടതിയിൽ നിന്ന്? എന്താണ് അങ്ങയുടെ ഒരു നിരീക്ഷണം? സുമന, എനിക്ക് ഇതിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള നിലപാടാണുള്ളത്. അതില് CBI കേസ് ഏറ്റെടുക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടാൽ തയ്യാറാണ് എന്ന് പറഞ്ഞു എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ എനിക്ക് തർക്കങ്ങളുണ്ട്. ഇന്നത്തെ കോടതി നടപടികൾ വിശദമായി കേട്ടാൽ ചോദ്യങ്ങൾ മുഴുവൻ മഞ്ജുഷയുടെ അഭിഭാഷകനോടായിരുന്നു എന്ന് വ്യക്തമാകും. അത് സൗമ്യം പറഞ്ഞത് ശരി തന്നെയാണ്. വിശദമായി ഞാനത് പിന്തുടർന്നു. എല്ലാ ചോദ്യങ്ങളും മഞ്ജുഷയുടെ അഭിഭാഷകനോടായിരുന്നു. അപ്പൊ അങ്ങനെ ചോദിച്ചതിൽ നിന്ന് പലതരം നിരീക്ഷണങ്ങളിൽ നമുക്ക് എത്തിച്ചേരാം. ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് ഒരു അല്പം അപകട സൂചനയാണ് എന്നുള്ള ഒരു നിരീക്ഷണം വേണമെങ്കിൽ നമുക്ക് എത്തിച്ചേരാം. മറ്റൊരു നിരീക്ഷണം എന്ന് പറയുന്നത് ഇതിങ്ങനെ ചോദിക്കുന്നത് ഇത് കൃത്യമായിട്ടുള്ള മറുപടി മഞ്ജുഷയുടെ അഭിഭാഷകനിൽ നിന്ന് ലഭിക്കാൻ വേണ്ടിയാണ് എന്നുള്ള നിരീക്ഷണത്തിൽ നമുക്കെത്താം. ഇപ്പൊ എന്റെ മനസ്സിലേക്ക് ഓടി വന്നത് 2013 ഒക്ടോബറിൽ തിരുവനന്തപുരം CBI കോടതിയിൽ ലാവ്ലിൻ കേസിന്റെ വാദം നടന്നിരുന്നു. അപ്പൊ ആ നടന്ന ദിവസങ്ങൾ മുഴുവൻ ഞാൻ ആ കോടതിയിൽ ഹാജരായിരുന്നു. അപ്പോൾ ആ വാദം നടന്ന സമയത്ത് ഉടനീളം ജഡ്ജ് രഘു ഉന്നയിച്ച ഒന്നൊഴിയാതെയുള്ള മുഴുവൻ ചോദ്യങ്ങളും പ്രതികൾക്കെതിരായിരുന്നു. അന്ന് പിണറായി വിജയനും പ്രതിയാണെന്ന് ഓർത്തോണം, 7ാം പ്രതിയായിരുന്നു. എല്ലാ ചോദ്യങ്ങളും പിണറായി വിജയനും കൂട്ടുപ്രതികൾക്കും എതിരായിരുന്നു. അന്ന് എല്ലാ ദിവസവും വൈകിട്ട് ഞാൻ ചാനലിൽ പോകുമായിരുന്നു. അതുകൊണ്ട് പിണറായി വിജയനെതിരായിട്ടാണ് ചോദ്യങ്ങൾ മുഴുവൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് മിക്കവാറും ഇതിൽ പിണറായി വിജയന് പണി കിട്ടാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് അന്ന് നമ്മൾ ചർച്ചയിൽ പങ്കെടുത്തത്. ഇപ്പൊ പറഞ്ഞത് കാരണം ജഡ്ജിയുടെ ചോദ്യം മുഴുവൻ അങ്ങനെയായി. അവസാനം എന്ത് സംഭവിച്ചു? ഈ വിധി വരുന്ന ദിവസം എന്നെ മനോരമ ചാനലിൽ വിളിച്ചു. ചർച്ച ചെയ്യാൻ വേണ്ടി ഞാൻ അവിടെ പോയിരുന്നു. 11 മണിയായപ്പോഴത്തേക്കും ഫ്ലാഷ് കാണിച്ചു, ഡിസ്മിസ്ഡ് എന്ന് പറഞ്ഞാൽ ആ വാദം നടന്ന 5 ദിവസവും പിണറായി വിജയനെതിരെ പരാമർശം നടത്തിയ ജഡ്ജ് ഒറ്റ മിനിറ്റ് കൊണ്ട് പ്രതികളെ മുഴുവൻ അങ്ങ് വെറുതെ വിട്ടു. അപ്പൊ ആ അനുഭവം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെതിരായിട്ടുള്ള ഒരു അനുഭവമാണോ ഇവിടെ ഉള്ളത് എന്നുള്ളത് വാദത്തിന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇവിടെ എല്ലാ ചോദ്യങ്ങളും മഞ്ജുഷയുടെ അഭിഭാഷകനെതിരായിരുന്നല്ലോ. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ചോദ്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ഒന്ന്, കോടതി ഒരു ചോദ്യം ഉന്നയിക്കുന്നു. ഇൻക്വസ്റ്റ് നടപടികളിലോ പോസ്റ്റ്മോർട്ടത്തിലോ
മൃതദേഹത്തിന്റെ ആന്തരിക പരിക്കുകളല്ല, ദേഹത്ത് എന്തെങ്കിലും പരിക്കുകൾ ദൃശ്യമായിരുന്നോ എന്ന് മഞ്ജുഷയോട് ചോദ്യം. പക്ഷേ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും അത്തരം ഒരു കാര്യമില്ല. അപ്പോൾ സ്വാഭാവികമായും മഞ്ജുഷയുടെ അഭിഭാഷകന് അവിടെ നടന്ന ചില നാടകീയ നീക്കങ്ങൾ, അട്ടിമറികൾ, ബന്ധുക്കൾ എത്തുന്നതിന് മുൻപ് തിരക്കിട്ട് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ കാര്യം, പോസ്റ്റ്മോർട്ടം ചെയ്തതിലെ ദുരൂഹതകൾ, ഇതൊക്കെ കോടതിക്ക് മുൻപാകെ ഉന്നയിക്കാൻ കഴിയും. അത്തരമൊരു അവസരം തുറന്നിടുകയാണോ കോടതി ചെയ്തത്? അല്ല, അങ്ങനെ ഇതിനകത്ത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കോടതി നടപടികൾ ഒരു ദുസൂചനയും ഇന്നത്തെ കോടതി നടപടികൾ ദുരൂഹവുമാണ് എന്നാണ് എൻ്റെ നിരീക്ഷണം. അത് ഞാൻ വിശദമാക്കാം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കേസ് ഡിസംബർ 2-ാം തീയതി റോസ്റ്റർ ചേഞ്ച് ഉണ്ടായിരുന്നു. ജഡ്ജിമാരുടെ പരിഗണനാ വിഷയങ്ങൾ മാറി. അതിനു മുമ്പ് ഇത് ബെച്ചു കുര്യൻ തോമസ് പറഞ്ഞ ജഡ്ജിന്റെ മുന്നിലാണ് വന്നത്. അതിനുശേഷം ഡിസംബർ 2-ന് റോസ്റ്റർ ചേഞ്ച് ഉണ്ടായി. ഇപ്പൊ കൗസർ ഇടപ്പകത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ജഡ്ജിന്റെ മുന്നിലാണ് ഇന്ന് 6-ാം തീയതി ഈ കേസ് വന്നത്. ഞാനത് നിരീക്ഷിച്ചതിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കൗസർ ഇടപ്പകത്ത് ഈ കേസ് കേട്ട് വായിച്ചിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് വായിക്കണം നിർബന്ധവുമില്ല. കാരണം ഇന്ന് ആദ്യമായിട്ടാണല്ലോ അദ്ദേഹത്തിന്. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, അദ്ദേഹം ഈ കേസ് രേഖകൾ പരിശോധിച്ചിട്ട് ഇല്ല. CBI അന്വേഷണം വേണ്ട എന്നുള്ള അഫിഡവിറ്റ് ഇന്ന് കോടതിയിൽ സർക്കാർ സമർപ്പിക്കുന്നതേ ഉള്ളൂ എന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അല്ല, സർക്കാർ അഭിഭാഷകൻ നിലപാട് വ്യക്തമാക്കിയിരുന്നു. CBI അന്വേഷണം വേണ്ട എന്നതാണ് സർക്കാർ നിലപാട് വ്യക്തമാക്കിയെങ്കിലും അതിന്റെ കൗണ്ടർ അഫിഡവിറ്റ് ഇന്നേ സമർപ്പിക്കുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോ കൗസർ ഇടപ്പകത്ത് എന്ന് പറഞ്ഞ ജഡ്ജിനെ സംബന്ധിച്ചിടത്തോളം അയാള് ഇതൊന്നും പരിശോധിച്ചിട്ടേ ഇല്ല. അത് സ്വാഭാവികമാണ്. കാരണം പരിശോധിക്കണം നിർബന്ധമില്ല. ഇനി പരിശോധിച്ചാലും മതി. കാരണം ഇപ്പൊ 12-ാം തീയതിയിലേക്ക് വെച്ചിട്ടുണ്ട്. പക്ഷെ ആ പരിശോധിക്കുന്നതിന് മുമ്പ് തന്നെ ഈ കൗസർ ഇടപ്പകത്ത് പറഞ്ഞ ന്യായാധിപൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ മുഴുവൻ, ഒന്നൊഴിയാതെയുള്ള ചോദ്യങ്ങൾ മുഴുവൻ മഞ്ജുഷയ്ക്കെതിരാകുമ്പോൾ അതൊരു ദുസൂചനയാണ് എന്നാണ് എൻ്റെ കോടതിയിലുള്ള എൻ്റെ അനുഭവം വെച്ചിട്ട് എനിക്ക് തോന്നുന്നത്. ഇപ്പോ പല ചോദ്യങ്ങളും ചോദിച്ചു. ഇപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ കുറിച്ചിട്ട് ചോദിച്ചു. ഓട്ടോപ്സിയിൽ ഇഞ്ചുറി ഒന്നും കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചു. അത് തീർത്തും അപ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. തർക്കം ഈ പോസ്റ്റ്മോർട്ടം എപ്പോൾ നടത്തി എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടാണ്. പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ ബന്ധുക്കൾ അവിടെ ഉണ്ടാവണം, അവരുടെ മൊഴി എടുക്കണം. ബ്ലഡ് റിലേഷൻസിലുള്ളവരുണ്ടാവണം, അവരില്ല. അവർ വരുന്നതിന് മുമ്പേ പോസ്റ്റ്മോർട്ടം നടത്തി. അപ്പൊ സ്വാഭാവികമായും പോസ്റ്റ്മോർട്ടം നടത്തിയത് നിയമവിരുദ്ധമായിട്ടാണെങ്കിൽ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇഞ്ചുറി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്രസക്തമാണ്. കാരണം കണ്ടൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടൻഷൻ എന്ന് പറയുന്നത് ഇത് ബന്ധുക്കൾ വരുന്നതിന് മുമ്പ് നടത്തിയോ ഇല്ലേ എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായി അതിനകത്ത് ഇഞ്ചുറി ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം അബദ്ധമാണ്. ഇനി രണ്ടാമത് ചോദിച്ചൊരു ചോദ്യം എന്താണ്? എനിക്ക് വളരെ രസകരമായി തോന്നി. അത് എനിക്ക് തോന്നുന്നു ഈ ന്യായാധിപനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന് വലിയ ബോധമൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ചോദിക്കുകയാണ്, പൊളിറ്റിക്കൽ കണക്ഷൻ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അന്വേഷണം ശരിയായ രീതിയിൽ പോകില്ല എന്ന് പറയാൻ പറ്റുമോ എന്നാണ് ഈ ന്യായാധിപൻ ചോദിക്കുന്നത്. അതിന് കൃത്യമായ ഉത്തരം മഞ്ജുഷ നൽകിയാൽ അതൊരു പക്ഷേ ഈ വിധിന്യായത്തിലെ ഏറ്റവും പ്രസക്ത ഭാഗമാകില്ലേ? അല്ല, അതൊക്കെ നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ലേ. ഇത് ചോദിച്ചതൊരു മണ്ടൻ ചോദ്യമല്ലേ എന്നുള്ളതാണ്. കേരളത്തിൽ അതൊരു ഉത്തരത്തിന് വേണ്ടിയാണോ ആ ചോദ്യം എന്ന് നമുക്കറിയില്ലല്ലോ. അല്ല, അതൊന്നും ഇപ്പൊ ചോദിക്കേണ്ട ചോദ്യമല്ലല്ലോ സ്വയംമോനെ. കാരണം ഈ കേസിന്റെ ഒരു രേഖയും ന്യായാധിപൻ കണ്ടിട്ടില്ല. ന്യായാധിപൻ ഈ കേസിനെ കുറിച്ചിട്ട് ഞാൻ പരിശോധിച്ചിട്ടില്ല എന്ന് കോടതിയിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ കാണാത്തൊരു ന്യായാധിപൻ കേരളത്തിൽ CPM എന്ന് പറഞ്ഞ പാർട്ടി 8 വർഷമായി ഭരിക്കുമ്പോൾ അവരുടെ ഏറ്റവും വലിയ ചുവപ്പ് കോട്ടയിൽ അവരെ ഇരിക്കാൻ പറഞ്ഞ കിടക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കുമ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് പ്രതിയായിട്ടുള്ള ഒരു കേസിൽ രാഷ്ട്രീയ ബന്ധമുണ്ട് എന്നുള്ളത് കൊണ്ട് അന്വേഷണം ശരിയായ രീതിയിൽ നടക്കുമെന്ന് ഉറപ്പു പറയാൻ അങ്ങനെ ഇല്ലെന്നങ്ങനെ പറയാൻ പറ്റുമെന്ന് ഒരാൾ ചോദിക്കുമ്പോൾ അത് ന്യായാധിപനായാലും കോടതിയിൽ ഒരു ശിരസ്താറായാലും ആളുകൾക്ക് പുച്ഛവും പരിഹാസവും മാത്രമേ വരുള്ളൂ. അതൊരു വസ്തുതയാണ്. അന്വേഷിക്കുന്നത് ആരാണ്? മുഴുവൻ കണ്ണൂരിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. ഇവിടെ ADGP പോലും ADGPയും DGP പോലും മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഇരിക്കാൻ പറഞ്ഞാൽ കിടന്നുരുളുന്നവരാണ്. ആ സാഹചര്യത്തിലാണ് അദ്ദേഹം ചോദിക്കുകയാണ്, അത് ആരാണ് അന്വേഷിക്കുന്നത്? ഉടനെ മറുപടി SP. ഉടനെ അദ്ദേഹം ചോദിക്കുകയാണ്, അങ്ങനെയെങ്കിൽ ഒരു സുപ്പീരിയർ ഓഫീസർ ഇത് സൂപ്പർവൈസ് ചെയ്താൽ പോരെ? ഞാൻ എന്താ പറയുന്നത്? സോയിമോൻ ആയതുകൊണ്ട്
ഞാൻ അതിന്റെ വാക്ക് ഞാൻ ഇവിടെ പറയുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ആ വാക്ക് പറഞ്ഞേനെ. ഈ ന്യായാധിപൻ കേരളത്തിലാണോ ജീവിക്കുന്നതെന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്ന എല്ലാ ചോദ്യവും എതിരാണ്. ഇവിടെ പ്രോസിക്യൂഷൻ അപ്പുറത്തുണ്ട്. പ്രോസിക്യൂഷനോട് ഒരു ചോദ്യം പോലും നെഗറ്റീവായി ചോദിക്കുന്നില്ല. ചോദിക്കുന്ന ചോദ്യങ്ങൾ മുഴുവൻ മഞ്ജുഷയ്ക്കെതിരെ. കോടതി രേഖകളൊന്നും അദ്ദേഹം പരിശോധിച്ചിട്ടില്ല. അപ്പൊ പരിശോധിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ മുഴുവൻ എതിരാണ്. അവസാനം അദ്ദേഹം അവസാനം പറയാണ്, അത് ബയസ്ഡ് ആണെന്ന് കാണിക്കാൻ എന്തെങ്കിലും തെളിവുണ്ടോ? ഇതൊക്കെ എന്ത് ചോദ്യമാണ്? ഇതൊന്നും പരിശോധിച്ചിട്ടില്ലല്ലോ. എന്നിട്ട് പറയണ CD കാണട്ടെ, CD കണ്ടു കഴിയുമ്പോഴത്തേക്കും പറയാം. കേസ് ഡയറി 12-ാം തീയതി പോലീസ് ഹാജരാക്കും. അതെ, അത് ഹാജരാക്കുള്ളൂ. അപ്പൊ എന്താണ് നമ്മൾ വളരെ റെസ്ട്രെയിൻഡ് ആയിട്ട് പറയേണ്ടത്? എന്താണ്? കേസ് ഡയറി ഹാജരാക്കിയിട്ടില്ല, കേസ് ഡയറി ഹാജരാക്കി പരിശോധിച്ച് നോക്കിയിട്ട് പറയാം. അതിനു മുമ്പ് അദ്ദേഹം ചോദിക്കണം, ബയസ്ഡ് ആണെന്ന് കാണിക്കാൻ എന്തെങ്കിലും തെളിവുണ്ടോ? ആ ചോദ്യത്തിന് ഇപ്പോൾ ഒരു പ്രസക്തിയില്ല. പക്ഷേ കോടതി മറ്റൊരു നിരീക്ഷണം നടത്തി. കേസ് ഡയറി പരിശോധിക്കുമ്പോൾ ഇതിൽ എന്തെങ്കിലും അനധികൃത ഇടപെടലുകൾ ഉണ്ട് എങ്കിൽ കോടതിക്ക് പെട്ടെന്ന് ബോധ്യപ്പെടുമെന്ന് ന്യായാധിപൻ പറയുന്നുണ്ട്. അല്ല, CD പരിശോധിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് അനധികൃതമായ ഇടപെടൽ ഉണ്ടെങ്കിൽ ജഡ്ജിക്ക് ബോധ്യമായേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ജഡ്ജി അത് ആനന്ദിരിക്കാൻ യോഗ്യനല്ല. കാരണം പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ CD പരിശോധിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ചോദിക്കുകയാണ്, എന്തെങ്കിലും ബയസ്ഡ് ആണെന്ന് കാണിക്കാൻ എന്തെങ്കിലും. ആ ചോദ്യത്തിന് എന്താണ് പ്രസക്തി? കാരണം CD പരിശോധിച്ചിട്ടില്ല. മനസ്സിലായോ? അപ്പോ കേസിന്റെ ഒരു രേഖ പോലും പരിശോധിക്കാതെ ചോദിക്കുന്ന ചോദ്യങ്ങൾ മുഴുവൻ മരണപ്പെട്ട ഒരാൾക്കെതിരാകുന്നത് അതൊരു ദുസൂചനയാണ് എന്നുള്ളതാണ് എന്റെ നിരീക്ഷണം. പക്ഷെ അതിന് മറുനിരീക്ഷണം വേണമെങ്കിൽ വരാം. അതങ്ങനെ ചോദിച്ചത് അത് ഇവരിൽ നിന്നെല്ലാം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയല്ലേ എന്നൊക്കെ ഉള്ള ചോദ്യമൊക്കെ വരാം. അതിന് 12-ാം തീയതി വരെ കാത്തിരിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും. അല്ല, അതൊക്കെ ഇന്റർപ്രിട്ടേഷൻ അമനബിൾ ആണ്, അതിനൊന്നും സംശയമൊന്നുമില്ല. പക്ഷെ സോയിമൻ, ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കേരളത്തിലെ പൊതുമണ്ഡലം ഏറ്റവും കൂടുതൽ മനോവ്യഥ അനുഭവിച്ച ഒരു വിഷയമാണിത്. മനസ്സിലായില്ലേ? അപ്പൊ ഞാനൊരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ എന്റെ യൂട്യൂബ് ചാനലിൽ 33 വീഡിയോകൾ ചെയ്തതാണ്. ആരും പറഞ്ഞിട്ടൊന്നും ചെയ്തൊന്നുമല്ല. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പറഞ്ഞിട്ടൊന്നും ചെയ്തതല്ല. എനിക്ക് അത്രയേറെ മനോവ്യഥ ഉള്ളത് കൊണ്ടാണ് ഞാനത് ചെയ്തത്. പക്ഷെ അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു നീക്കം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു. തങ്ങൾ അന്വേഷണത്തിന് തയ്യാറാണ് എന്ന് CBI കേരളത്തിന്റെ ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നു. അല്ല സോമനെ, അതത്ര ശരിയാണെന്നൊരു അഭിപ്രായം എനിക്കില്ല. എന്ന് മാത്രമല്ല, അത് തെറ്റാണെന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. ഞാൻ പറഞ്ഞത്, ഇനിയിപ്പോ CBI അങ്ങനെ പറഞ്ഞാൽ തന്നെ അതിനകത്തൊരു പ്രസക്തിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, കോടതി ആവശ്യപ്പെട്ടാൽ CBIക്ക് അന്വേഷിച്ചേ പറ്റുള്ളൂ. കോടതി അന്വേഷിക്കാൻ പറഞ്ഞാൽ CBIക്ക് അന്വേഷിക്കേണ്ടെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരു പരാമർശത്തിന് പ്രസക്തി ഇല്ല. പിന്നെ അയാൾ ആദ്യം വാട്ട് ഈസ് ദ സ്റ്റാൻഡ് ഓഫ് ദ CBI എന്ന് ആദ്യം ചോദിച്ചു. പക്ഷെ അയാൾക്ക് അതിന്റെ തെറ്റ് പിന്നീട് മനസ്സിലായി. എന്നിട്ട് അയാൾ പറഞ്ഞു, CBIയുടെ നിലപാടല്ല ഇവിടെ പ്രശ്നം. ഇവിടെ പ്രശ്നം എന്താണ്? CBI അന്വേഷണം വേണോ വേണ്ടയോ എന്നുള്ളതാണ്. പക്ഷെ പഴയ കോടതിയാണ് CBIയോടും സർക്കാരിനോടും നിലപാട് തേടിയത് നേരത്തെ. ഇപ്പോൾ പുതിയ കോടതി എത്തിയിരിക്കുന്നു. അല്ല, നിലപാട് തേടിയിരിക്കുകയാണ് ഇപ്പോഴും. പറഞ്ഞ പോയിന്റ് എന്താന്ന് വെച്ചാല്, CBIക്ക് ഇതിനകത്ത് ഒരു സ്പേസുമില്ല. കോടതി അന്വേഷിക്കാൻ പറഞ്ഞാൽ CBI അന്വേഷിച്ചേ മതിയാവൂ. അതേസമയം ഇപ്പോൾ ഡൽഹിയിൽ ഏതോ ഒരു നിയമം വെച്ചിട്ട്, ഡൽഹി എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എന്ന് കണ്ടുകൊണ്ടൊരു നിയമം വെച്ചിട്ടാണ് പിന്നെ CBI അന്വേഷണം ഏർപ്പെടുത്തുന്നത്. ഇപ്പോ സർക്കാരുകൾ ആവശ്യപ്പെടുമ്പോൾ CBIക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ന്യായം പറയാം. പക്ഷെ കോടതി ആവശ്യപ്പെട്ടാൽ CBIക്ക് അന്വേഷിച്ചേ മതിയാവൂ എന്നിരിക്കെ, കോടതി ആവശ്യപ്പെട്ടാൽ തങ്ങൾ അന്വേഷിക്കും എന്ന് പിന്നെ CBI പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. എന്ന് മാത്രമല്ല, ആ ഒരു ഘട്ടത്തിലേക്കൊന്നും പോയിട്ടേ ഇല്ല. അതുകൊണ്ടാണ് തന്റെ ചോദ്യം തെറ്റാണെന്ന് മനസ്സിലാക്കിയ ന്യായാധിപൻ സ്വയമേ തന്നെ തിരുത്തിയത്. അപ്പൊ നമുക്കിവിടെ സംശയം വരുന്നത് എന്തുകൊണ്ടാണ്? ഇതിന്റെ ഒരു രേഖയും പരിശോധിക്കാതെ, ഇതിന്റെ കേസിന്റെ ഒരു രേഖയും പരിശോധിക്കാതെ, അന്വേഷണ ഉദ്യോഗസ്ഥന്റെ സത്യവാങ്മൂലം പരിശോധിക്കാതെ, കേസ് ഡയറി പോലും പരിശോധിക്കാത്ത ജഡ്ജ് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള ചോദ്യങ്ങളും അത് പലതും അബദ്ധമായിട്ടുള്ള ചോദ്യങ്ങളും ചോദിക്കുമ്പോഴാണ് പൊതുമണ്ഡലത്തിന് സംശയം വരുന്നത്. ഇപ്പൊ SP-ക്ക് പോലെ ഒരു കമ്മീഷൻ അന്വേഷിച്ചു, വല്ല കാര്യമുണ്ടോ എന്റെ സോയിമോൻ? അത് ആലോചിച്ചു നോക്ക്, വല്ല കാര്യമുണ്ടോ? ഇപ്പൊ ഇന്ന് ഞാൻ വായിച്ചു, എന്താണ്, MR അജിത് കുമാർ എന്ന് പറഞ്ഞ ADGP-യെ 6 മണിക്കൂർ ചോദ്യം ചെയ്തു. ആരാ? SP, 2 SP-മാര്. മനസ്സിലായി? ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ന് മാത്രമല്ല, SIT-യുടെ അന്വേഷണം അസംബന്ധമാണെന്നുള്ളതിന് 7 or 8 പോയിന്റുകൾ മഞ്ജുഷ അവരുടെ സത്യവാങ്മൂലത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നും വായിക്കാതെ വന്നിരുന്നിട്ട് ബയസ്ഡ് ആണെന്ന് കാണിക്കാൻ എന്തെങ്കിലും തെളിവുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ എന്ത് മറുപടിയാണ് അതിന് നമ്മൾ പറയുക? അദ്ദേഹം തന്നെ പറയുന്നു, ഞാനിതൊന്നും വായിച്ചിട്ടില്ല.
അല്ല, കേസ് നമ്മളെ സംബന്ധിച്ച് ഒരു പ്രതീക്ഷ അത് ഹൈക്കോടതിയിൽ മാത്രമുള്ളൂ. കേസ് അന്വേഷിക്കുന്ന പോലീസ് സംഘത്തെ കുറിച്ച് നമുക്ക് വ്യക്തമായി അറിയാം. ആദ്യം ഈ കേസ് അന്വേഷിച്ച സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എത്രമാത്രം ബയാസ്ഡ് ആയിരുന്നു എന്നറിയാം. പി ദിവ്യയ്ക്കും അനുബന്ധ പ്രതികൾക്കുമുള്ള രാഷ്ട്രീയ സ്വാധീനത്തെ കുറിച്ച് വ്യക്തമായി അറിയാം. അപ്പൊ നമുക്ക് മുന്നിലുള്ള, പ്രത്യേകിച്ച് നവീൻ ബാബുവിന്റെ കുടുംബത്തിന് മുന്നിലുള്ള ഏക പ്രതീക്ഷ ഈ നിയമവഴിയിലൂടെ, ഈ നീതിന്യായ വ്യവസ്ഥയിലൂടെ ഈ പോരാട്ടം തുടരുകയെന്നത് മാത്രമാണ്. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ കോടതിയിൽ നടക്കുന്ന ഈ വാദപ്രതിവാദങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷയിലൂടെ മാത്രം നോക്കിക്കാണാം. അതിന് മഞ്ജുഷ ശക്തമായ തെളിവുകൾ കോടതിക്ക് മുൻപാകെ സമർപ്പിക്കട്ടെ, അവരുടെ നിലപാട് വ്യക്തമാക്കുന്ന കൂടുതൽ രേഖകൾ ഹാജരാക്കട്ടെ. സോയ്മോൻ, ഇതിനകത്ത് സോയ്മോൻ പറഞ്ഞ ഒരു ശുഭാപ്തി വിശ്വാസം ഒന്നും അതിലൊന്നും ഒരു കുഴപ്പമില്ല, അതൊക്കെ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ഫലത്തിൽ അങ്ങനൊന്നും അല്ല കാണുന്നത്. അതാണ് ഇതിനകത്തെ പ്രശ്നം. അതാണ് നമുക്ക് മനോവേദന വരുന്നത്. അപ്പൊ ഇന്ന് പിന്നെ നമ്മുടെ വെറ്റിനറി കോളേജില് കൊല്ലപ്പെട്ട സിദ്ധാർത്ഥന്റെ ഒരു വിധി ഇന്ന് വന്നിട്ടുണ്ട്. എന്താണ് ആ വിധി? ആ വിധി എന്ന് പറയുന്നത് ആ പ്രതികൾക്കെതിരെ എടുത്ത എല്ലാ നടപടികളും റദ്ദാക്കിക്കൊള്ളാൻ പറഞ്ഞിരിക്കുക. പക്ഷെ യൂണിവേഴ്സിറ്റി ചട്ടവിരുദ്ധമായ നടപടികളാണെന്ന് കൈക്കൊണ്ടത്. ക്രമവിരുദ്ധമായ നടപടികളുടെ പേരിലാണ് കുട്ടികൾ തെറ്റ് ചെയ്ത്. സോയ്മോനെ, അതൊക്കെ ശരി, അതൊക്കെ ശരിയെന്നല്ല, അതെല്ലാം തെറ്റാ. സോയ്മോൻ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ തെറ്റും, കോടതി പറഞ്ഞ കാര്യങ്ങളും തെറ്റാ. ആ UGCയുടെ നിയമത്തിനകത്ത് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ അതിന്റെ മുഴുവൻ അന്വേഷിച്ച് മനസ്സിലാക്കി. അവിടെ എന്താ സംഭവിച്ചത്? അവിടെ പ്രതികളുടെ 6-7 വക്കീലന്മാരും നിന്ന് ഒച്ചമകൾ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് യൂണിവേഴ്സിറ്റിയുടെ കൗൺസിലർ മിണ്ടാതെ കൈയും കെട്ടി അവിടെ നിന്നു. അഡ്ജസ്റ്റ്മെന്റ്. അപ്പൊ എന്നിട്ട് പറയുന്നെന്താ? എന്നിട്ട് ബഹുമാനപ്പെട്ട ജഡ്ജി പറയുന്നെന്താ? അത് പ്രതികൾക്കുള്ള സ്വാഭാവിക നീതി, നാച്ചുറൽ ജസ്റ്റിസ്. ആർക്ക്? പ്രതികൾക്ക്. അത് വളരെ പ്രധാനമാണ്. പ്രതികളുടെ നാച്ചുറൽ ജസ്റ്റിസ് വളരെ പ്രധാനമാണ്. പക്ഷെ അപ്പുറത്ത് കൊല്ലപ്പെട്ട ഒരു പാവപ്പെട്ടവനുണ്ട്, അവന്റെ നാച്ചുറൽ ജസ്റ്റിസിനെ കുറിച്ചിട്ട് ആരും പറയുന്നില്ല. സിദ്ധാർത്ഥന്റെ നാച്ചുറൽ ജസ്റ്റിസിനെ കുറിച്ച് ഒരു കോടതിയും പറയുന്നില്ല. ഇവിടെ അവർക്കെതിരായിട്ടുള്ള നടപടികൾ റദ്ദാക്കി. കുറച്ചാൾ മുമ്പ് അവരെ എല്ലാരെയും ജാമ്യത്തിന് വിട്ടു, പരീക്ഷ എഴുതാൻ അനുവദിച്ചു. അതിനു മുമ്പ് CBI കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു? പോലീസ് കൊടുത്ത അതേ റിപ്പോർട്ട് തന്നെ അവിടെ ഛർദ്ദിച്ചു വെച്ചു. അപ്പോഴൊന്നും ഈ കോടതിയെ കാണുന്നില്ല. ഫലത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? സിദ്ധാർത്ഥന്റെ കേസിൽ എല്ലാരും നശിച്ചു, എല്ലാം പോയി രക്ഷപ്പെട്ടു. അപ്പൊ അതാണ് നമുക്ക് കോടതികളിൽ നിന്ന് കിട്ടുന്ന അനുഭവം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിനെയൊക്കെ വളരെ ഭയത്തോടു കൂടി നമ്മൾ കാണുന്നത്. പക്ഷെ കോടതികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുമണ്ഡലത്തിന്റെ ഒരു ബോധ്യമുണ്ട്. പൊതുമണ്ഡലത്തിന്റെ ബോധ്യം മാത്രമല്ല, ഈ കാര്യത്തിൽ ഒരുപക്ഷെ ഇതിന്റെ രേഖകൾ ഏറ്റവും കൂടുതൽ പരിശോധിച്ച പലരിൽ ഒരാൾ ഞാനാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നു, ഈ കാര്യത്തിൽ ഇപ്പൊ കോടതിക്ക് വേണം ചോദിക്കാം, പൊതുമണ്ഡലത്തിന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഞങ്ങൾ തീരുമാനിക്കുന്നത്? കോടതിക്ക് ചോദിക്കാം, സ്വാഭാവികം. പക്ഷേ പൊതുമണ്ഡലത്തിന്റെ ബോധ്യമല്ല, ഇത് വളരെ കൃത്യമായി കാര്യകാരണ സഹിതം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഇത് കോടതി കേൾക്കാൻ വേണ്ടി ഞാൻ നീക്കുപോക്കലായിട്ടാണ് പിന്നെ മഞ്ജുഷ ഈ ഹർജി കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. അത് ആദ്യാവസാനം ഞാൻ വായിച്ചിട്ടുള്ളതാണ്. അതൊന്നും മറികടന്നു പോകാൻ ഒരു കോടതിക്കും കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അത്രയ്ക്ക് നിയമവിരുദ്ധമായിട്ടാണ് ഇതെല്ലാം നടന്നിട്ടുള്ളത്. കോടതി ഒരു വ്യവസ്ഥാപിത സ്ഥാപനമാണ്. അപ്പോൾ സർക്കാരിന്റെ പ്രോസിക്യൂഷൻ, സർക്കാർ അഭിഭാഷകർ, പ്രതിക്കെതിരെ അന്വേഷണം നടത്തുന്ന പോലീസ് കണ്ടെത്തിയ റിപ്പോർട്ടുകൾ, ഇതൊക്കെയാണ് കോടതിയുടെ പരിഗണനയിൽ വരുന്ന മുൻഗണനാ വിഷയങ്ങൾ. അപ്പോൾ ഇത്തരം തെളിവുകൾ കണ്ണടച്ചുകൊണ്ട് സർക്കാരിന്റെ അന്വേഷണ ഏജൻസികൾ മുന്നോട്ട് വയ്ക്കുന്ന റിപ്പോർട്ടുകൾ മാറ്റിവെച്ചുകൊണ്ട് കോടതിക്ക് ഏകപക്ഷീയമായി എത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിയും? ഒരു കാര്യം ഞാൻ സോയ്മനോട് പറഞ്ഞേക്കാം. ഈ കേസിൽ മഞ്ജുഷ അവതരിപ്പിക്കുന്ന തെളിവ് അവഗണിച്ചുകൊണ്ട് കേരളത്തിൽ നിന്നല്ല രാജ്യത്തെ തന്നെ ഒരു കോടതിക്കും ആ കോടതി സുതാര്യമായിട്ടാണ് ഈ വിഷയത്തെ സമീപിക്കുന്നതെങ്കിൽ, സ്വാർത്ഥ താല്പര്യവും നിക്ഷിപ്ത താല്പര്യവും ഇല്ലാതെ ശരിയായി കാണുന്നു. നീതി, അതായത് ജസ്റ്റിസ് ഡെലിവറി സിസ്റ്റം ആണല്ലോ നീതി നിർവഹണ സംവിധാനം, അത് നടപ്പിലാക്കാൻ ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്ന ഒരു കോടതിക്കും ഈ മഞ്ജുഷ അവതരിപ്പിച്ചിരിക്കുന്ന ഈ വാദഗതികൾക്ക് അപ്പുറത്ത് പോകാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ നീതി നടക്കണമെന്ന് 150% ആഗ്രഹിക്കുന്ന ഒരു പൊതുപ്രവർത്തകനും അഭിഭാഷകനും എന്നുള്ള നിലയിൽ ഇതുപോലുള്ള നെഗറ്റീവായിട്ടുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ കുറച്ച് അസ്വസ്ഥത ഉണ്ടാവും. ആ അസ്വസ്ഥത പ്രകടിപ്പിക്കുകയാണ് ഞാൻ ഈ ഘട്ടത്തിൽ
ഇവിടെ ചെയ്യുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ. വളരെ നന്ദി ശ്രീ കെ എം ഷാജഹാൻ. നന്ദി, നമസ്കാരം.